ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അതേ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും കുറേ പേർക്ക് ഇപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ശരിയാവുന്നുണ്ടാവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും അതിൻ്റെ കൂടുതൽ 2 സൈഡ് ഡിഷുമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, മെഷർമെൻറ്റ്സ് കറക്റ്റ് ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ കുറേ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഇത് പച്ചരിയാണ്. പച്ചരി 2 കപ്പ് എടുത്തിട്ടുണ്ട്. 250 ml 2 കപ്പിലാണ് പച്ചരി മെഷർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പച്ചരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും, അതും യൂസ് ചെയ്യുക കേട്ടോ. അതാണെങ്കിലും 2 കപ്പ് എടുക്കുക. നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം വേണം നല്ല വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തായിട്ട് വേറൊരു പാത്രത്തിൽ ഉഴുന്നെടുക്കണം. ഉഴുന്ന് ഒരു 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ സെയിം കപ്പിൽ തന്നെ 3/4 ഭാഗത്തോളം എടുക്കുക കേട്ടോ. 2 കപ്പ് പച്ചരിയിലോട്ട് നമുക്ക് 3/4 കപ്പ് ഉഴുന്നാണ് വേണ്ടത്. പിന്നെ അതിലോട്ട് ഈ ഉഴുന്നിൻ്റെ ഈ ഒരു പാത്രത്തിലോട്ട് നമ്മൾ 2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതും നല്ലോണം കഴുകിയെടുത്ത ശേഷം നല്ല വെള്ളത്തിലാണ് സോക്ക് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ പച്ചരി നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇത് സോക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യരുത് കേട്ടോ, രണ്ടും സെപ്പറേറ്റ് പാത്രത്തിൽ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഉഴുന്നും ഉലുവയും കൂടി ഒരു പാത്രത്തിലാണ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതും നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇത് സോക്ക് ചെയ്ത് വെക്കണം. ഇത് രണ്ടും നമുക്കൊരു 4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ, ഒരുപാട് നേരമൊന്നും വെക്കേണ്ട. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം വൈകിട്ട് തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് പിന്നെ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അരച്ചെടുക്കും വേണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. 4 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് അരച്ചെടുക്കണം. ഉഴുന്ന്, ഉലുവ, അതുപോലെ പച്ചരി, ഇതെല്ലാം നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. ആദ്യം ഞാൻ ബ്ലെൻഡറിൻ്റെ ജാറിൽ പച്ചരിയാണ്, സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഉലുവയും ഉഴുന്നും കൂടി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, നല്ല വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അതാണ് നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാനൊരു ഷെഫിൻ്റെ വ്ളോഗിൽ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇത് യൂസ് ചെയ്യുന്നത് ഫെർമെൻറ്റ് ചെയ്യാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാട്ടോ ഇപ്പോൾ ചെയ്യാറ്. പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരയാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുക്കരുത് കേട്ടോ പച്ചരി. അപ്പോൾ ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പശ പോലെ ആയിരിക്കണം, അല്ലാണ്ട് ഭയങ്കര ലൂസാവാനും പാടില്ല, എന്നാൽ ഭയങ്കര കട്ടിയാവാനും പാടില്ല. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1/4 കപ്പ് ചോറാട്ടോ. അപ്പോൾ വെള്ളച്ചോറ് തന്നെ എടുക്കുക കേട്ടോ. നിങ്ങൾ ഇപ്പം മട്ട അരി വെച്ചിട്ടുള്ള ചോറാണ് നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിയുടെ കളറ് മാറും. അപ്പോൾ വെള്ള അരി വെച്ചിട്ടുള്ള ചോറ് തന്നെ വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. ചോറ് ഒരു 1/4 കപ്പ് മതി കേട്ടോ. അതും കൂടി ഇതിൻ്റെ കൂടെ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റുക. അത്യാവശ്യം വലിയ പാത്രത്തിൽ തന്നെ ഒഴിച്ച് വെക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. അപ്പോഴേക്കും നമുക്കിവിടെ ഉഴുന്ന്, ഉലുവ ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. കുറച്ച് വെള്ളത്തിൽ മാത്രം അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം കട്ടിയിലാണ് ഞാൻ ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ആ അരവൊന്നും പാകമായി കിട്ടില്ല. അതുപോലെ തന്നെ ഭയങ്കര പേസ്റ്റാക്കിയിട്ട് അരക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് എന്താ പറയുക പേസ്റ്റാക്കിയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അരവ് മതി കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്മൂത്തൊന്നും ആക്കേണ്ട ആവശ്യമില്ല, ഉലുവയും അതുപോലെ ഉഴുന്നൊക്കെ. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ഇതിലോട്ട് ഇപ്പം ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് മാത്രം ഇപ്പം ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ നേരം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ളത്. അപ്പോൾ ഇത് അരച്ചെടുത്ത ശേഷം നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ പുളിക്കാൻ വെക്കുമല്ലോ, അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഇല്ലെങ്കിൽ ആ കറക്റ്റ് ഇതാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒരു ഫ്ലോയിങ് പരുവം ആവണം. എന്നാലോ ഭയങ്കര കട്ടി ആവാനും പാടില്ല, എന്നാൽ ഭയങ്കര ലൂസ് ആവാനും പാടില്ല. ആ ഒരു പരുവം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെ മാക്സിമം വെക്കാൻ നോക്കുക.
അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ നമ്മളിതുപോലെ ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുന്നതൊന്നും അത്ര നല്ലതല്ല. അതുപോലെ തന്നെ മണ്ണിൻ്റെ പാത്രത്തിലാണെങ്കിൽ മണ്ണിൻ്റെ പാത്രം നല്ല തണുപ്പല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ ഫെർമെൻ്റായി കിട്ടില്ല. അതുപോലെ മണ്ണ് ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് സ്റ്റീലിൻ്റെ വലിയ പാത്രത്തിൽ നല്ലോണം അടച്ച് മൂടി വെക്കണം. എന്നിട്ട് ഒരു 8-10 മണിക്കൂർ പുറത്ത് തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 8 മണിക്കൂർ വെച്ചിട്ടുള്ളൂ. നല്ലൊരു പുളിച്ച മണക്കം വന്നിട്ടുണ്ട്. പിന്നെ കുറേ പേർക്കൊക്കെ അധികം പുളിയുള്ള ഈ മാവ് ഇഷ്ടമുണ്ടാവില്ല. അതായത് നമ്മൾ ഒരു ദിവസത്തേക്കൊക്കെ ഇഡ്ഡലി മാവ് കഴിക്കും, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നെക്സ്റ്റ് ഡേക്ക് ആകുമ്പോൾ ഒന്നുകൂടെ പുളിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം പേർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ എടുത്തിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല കട്ടിയുണ്ട് മാവ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ലൂസാവാൻ പാടില്ല. ഭയങ്കര ലൂസായി നമുക്ക് ഗീ റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പാകമാണ്. പക്ഷേ ഇഡ്ഡലിക്ക് കുറച്ചുകൂടെ എന്താ പറയുക, കട്ടി വേണം. എന്നാൽ ഭയങ്കര കട്ടിയിൽ ഒഴിച്ചും കൊടുക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഇഡ്ഡലിയുടെ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആവി വരുന്ന സമയം കൊണ്ട് നമുക്കിതിൽ ഇഡ്ഡലി പാത്രത്തിൽ തട്ടിൽ നമുക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കുക. അതിന് മുമ്പ് നമുക്ക് ഓയിലോട് നല്ലോണം ഗ്രീസ് ചെയ്ത് കൊടുക്കണം. എന്താ മാവിൻ്റെ പരുവം കണ്ടോ, ഈ ഒരു പരുവാണ് വേണ്ടത്. വല്ലാണ്ട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ ഭയങ്കര കട്ടിയാവാനും പാടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഇത് അലുമിനിയത്തിൻ്റെ തട്ടായതുകൊണ്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഓയിലോണ്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് ഇഡ്ഡലി അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. നോൺ സ്റ്റിക്കിൻ്റെ തട്ടാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പം അതിൽ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, അതിലോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇഡ്ഡലി എപ്പോഴും കുറേ നേരം വേവിച്ചെടുക്കാൻ പാടില്ല. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ അതിൻ്റെ അകത്ത് തന്നെ ഇഡ്ഡലി റെഡിയാവും. അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കുറേ നേരം വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി ഭയങ്കര ഹാർഡായി പോവും. അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ പപ്പടക്കൊള്ളി ഉണ്ടല്ലോ, അതോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിനകത്ത് മാവൊന്നും ആവുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്, മാവൊന്നും വന്നിട്ടില്ല. മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നൊക്കെ പരുവം ഉണ്ടാവും. അത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡി ആവും കേട്ടോ. അപ്പോൾ ചൂടോട് കൂടിയിട്ട് നമുക്കിത് പുറത്തേക്ക് എടുക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഒന്ന് ചൂടാറിക്കോട്ടെ, എന്നിട്ട് ഇതുപോലെ എടുത്ത് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ ഇഡ്ഡലിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു റേഷ്യോത്തിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മാവ് ഭയങ്കര കട്ടിയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല, മാവ് ഭയങ്കര ഹാർഡാവും. അതുപോലെ തന്നെ കൂടുതൽ നേരം വേവിച്ചാലും മാവ് ഹാർഡാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലോട്ടുള്ള 2 സൈഡ് ഡിഷുകൾ ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ടൊരു പാന് ചൂടാക്കിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലോട്ട് നമുക്ക് 2 തക്കാളി ഒരു മീഡിയം സൈസ്ഡായിട്ട് കട്ട് ചെയ്തതും, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ ഉണക്കമുളക് 4 എടുത്തിട്ടുണ്ട്. നല്ല എരിവുണ്ടാവും. 2 എടുത്താലൊക്കെ മതി, അധികം എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് കേട്ടോ. അപ്പോൾ നല്ലോണം ഇത് വഴറ്റിയെടുക്കുക. ആ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്, നല്ലൊരു കളർ കിട്ടാനാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ്, നല്ല ടേസ്റ്റാണ്. പുളിയും എരിവും ഒക്കെ ഉള്ള നല്ലൊരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോഴേക്കും നമുക്കൊരു വൈറ്റ് ചട്നി ഉണ്ടാക്കാനുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ചട്നിയാണ്. പച്ചമുളക്, മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ എടുക്കുക. അതിലോട്ട് തേങ്ങ, ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല കേട്ടോ. കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാൻ പറ്റില്ല. ഇനി പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ സംഭവത്തിലോട്ട് ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ വൈറ്റ് ചട്നി, നല്ല കട്ടിയുള്ള വൈറ്റ് ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു വൈറ്റ് ചട്നീൻ്റെ കളറ് മാറാൻ കാരണം നമ്മുടെ മല്ലിയില ചേർത്തുകൊണ്ടാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ്. മല്ലിയില കുറച്ച് മാത്രം ചേർത്താൽ മതി, ഒരുപാടൊന്നും ചേർക്കരുത്. പിന്നെ ചട്നിയൊന്നും ഒരുപാട് നേരം തിളപ്പിക്കാൻ പാടില്ല. ഒന്നങ്ങോട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റണം. എന്നിട്ട് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ളത്. ചിലർ കുറച്ച് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയും കൂടി ചേർക്കും, ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് ചട്നി അല്ലെങ്കിൽ ഗ്രീൻ ചട്നി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ഒക്കെ വഴറ്റിയെടുത്തിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട്. അതിലോട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതും കടുക് പൊട്ടിച്ചൊഴിക്കാനുണ്ട് കേട്ടോ.
അപ്പോൾ നല്ലൊരു പരുവാണ്, നല്ലൊരു കളറിലാണ് നമ്മുടെ ചട്നി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് പൊട്ടിക്കുക, എന്നിട്ട് ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചൂടാക്കാണ്ടിരിക്കണമെങ്കിൽ ഇത് നേരെ നമുക്ക് നേരത്തെ ബൗളിലേക്ക് മാറ്റിയല്ലോ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം ബൗളിൽ നിന്നുള്ള ഒരു നമ്മൾ അരച്ച് വെച്ചത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നുകൊണ്ട് ചൂടാക്കി എടുക്കുക കേട്ടോ, വല്ലാണ്ട് തിളച്ച് മറിയരുത്, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ റെഡ് ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 ചട്നിയാണ് നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത്. ഇഡ്ഡലിയുടെ കൂടെ നല്ല കോമ്പിനേഷൻ വരുന്ന 2 ചട്നി റെസിപ്പീസാണ്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നല്ല എരിവും പുളിയുള്ള ഒരു ചട്നിയാണ്. നേരത്തെ നമ്മൾ കാണിച്ചത് തേങ്ങാ ചട്നിയാണ്. ഈ ഒരു ചട്നി കുറച്ച് എരിവോട് കൂടിയിട്ട് കഴിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. ഇനി എരിവ് ഇഷ്ടമില്ലാത്തവർ അത് ഉണ്ടാക്കാണ്ടിരിക്കരുത്. 1-2 ഉണക്കമുളക് വെച്ചിട്ടെങ്കിലും ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാ ചട്നി അവിടെ വേറെയും റെഡി ആയിട്ടുണ്ട്. അതും ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇത് പിന്നെ ഞാൻ കുറേ തവണ ഞാൻ പല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്രീൻ കളർ വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മല്ലിയില ചെറുതായിട്ട് ഇട്ടതുകൊണ്ടാണ്. പിന്നെ പച്ചമുളക് അരച്ചെടുത്തല്ലോ, അതെല്ലാം കൂടി ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയും ഈ 2 ചട്നിയും പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു. എല്ലാം കൂടി അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ ഇഡ്ഡലി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും പല ഡൗട്ട്സ് ആയിരിക്കും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവില്ല. എന്തായാലും നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി റെഡിയാക്കാൻ പറ്റും. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗീ റോസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ചട്നി ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. അതും നല്ലൊരു കോമ്പിനേഷനാണ്. ഇഡ്ഡലിയുടെ കൂടെയും ഗീ റോസ്റ്റിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇഡ്ഡലിയുടെ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ആദ്യമൊന്നും ഞാൻ ഇത് ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ എല്ലാവരും ഇഡ്ഡലിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കോമൺ റെസിപ്പി ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പോഴും എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരുന്നത് ഈ ഒരു ഇഡ്ഡലിയുടെയും അതുപോലെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസിൻ്റെ റെസിപ്പീസാണ് കൂടുതൽ പേരും റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത്. എന്നാലും കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് പേരെങ്കിലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.